മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയൊരു ചാനലാണിത്. മറ്റൊരു ചാനലിനകത്തായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങളായി മാറ്റിവെച്ച് പുതിയൊരു ചാനലിലൂടെയാണ് ഞാനിപ്പോൾ ഇത് പറയുക. നിങ്ങളെ എല്ലാ പ്രേക്ഷകരും എന്നെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഒക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചിങ്ങമാസത്തിൽ അശ്വതി നക്ഷത്രത്തിന് എന്തൊക്കെ ഗുണഫലങ്ങളും എന്തൊക്കെ മോശഫലങ്ങളും ഉണ്ടാകുന്ന. അശ്വതി നക്ഷത്രം മേടക്കൂറിൽപ്പെട്ട 2 നക്ഷത്രത്തിൽ പെടുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, 12ാം ഭാവത്തിൽ ശനിയും 4ാമിടത്ത് വ്യാഴവും നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. അവ 7.5 ശനി കാലം കൂടിയും അതുപോലെ തന്നെ 4ാമിടത്ത് വ്യാഴം ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള സമയം കൂടാണ്. ഭാരതീയ തനത് ജ്യോതിശാസ്ത്രം അനുസരിച്ച് 12ാം ഭാവത്തിൽ ശനി വരുമ്പോൾ 7.5 കണ്ടക ശനി, ചിലർ 7.5 കണ്ടക ശനി എന്ന് പറയും, ചില 7.5 ശനി എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഓരോ ദിക്കുകളിൽ ഓരോ ഭാഷയാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വർഷമുള്ള അല്ലെങ്കിൽ 1203 ആണ്ട് വരെയുള്ള കർക്കിടകം വരെയുള്ള ഫലങ്ങളെക്കുറിച്ചും സമ്മിശ്ര ഫലങ്ങളാണ് അശ്വതിക്ക് വരുന്നത്. എന്നാലും നന്മയും അതിനകത്തുണ്ടാകുന്നുണ്ട്. കാരണം 7.5 ശനി കൂടെ ആയതുകൊണ്ട് 7.5 ശനി എല്ലാം ഉണ്ടാക്കി തരുന്ന മനുഷ്യനാണ്. അത് ലോട്ടറി അടിക്കുന്ന പോലെ ഉണ്ടാക്കി തരുന്ന ആ ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം. അപ്പോൾ നമ്മളെ ഉണ്ടാക്കി തരികയോ അതുപോലെ നശിപ്പിച്ച് കളയുകയും ചെയ്ത ഒരു ഗ്രഹമായതുകൊണ്ടാണ് പരമ്പരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശനി മോശമാണ് എന്ന് പറയുന്നത്. എന്നാൽ വാഹനം ഉണ്ടാക്കി തരും, വസ്ത്രം ഉണ്ടാക്കി തരും, ആഡംബരസാധനം ഉണ്ടാക്കി തരും, സർവ്വതാ ഉള്ള എന്താ പറയുക ദുഷ്പേരുണ്ടാക്കി തരും, നല്ല പേരുണ്ടാക്കി തരും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കാരാഗ്രഹ ബന്ധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ശനിയെ മോശമെന്ന് പറയുന്നത്. എന്നാൽ പല വ്യക്തികൾക്കും ശനി നല്ല അഭൂതപൂർവമായിട്ടുള്ള ധനാഗമനവും ഐശ്വര്യവും ഉണ്ടാക്കി തരും. പക്ഷെ അതിനെ പെട്ടെന്ന് കെട്ടുപോകും. അതാണ് ഇതിൻ്റെ. ഇപ്പം നമ്മളിപ്പോൾ പിന്നെ ഒരു കോടി രൂപയ്ക്ക് നല്ലൊരു സാധനം വാങ്ങി മേടിച്ചോണ്ട് വന്ന് വൈകുന്നേര സമയമായപ്പോൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ആയിക്കോട്ടെ നല്ല വില പിടിപ്പുള്ള ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് പോയില്ലേ. പക്ഷേ നമ്മുടെ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം 7.5 ശനിക്കെന്ന് പറഞ്ഞാൽ ധനം ഇഷ്ടം പോലെ കൈവരും. നല്ല സമയത്തിൻ്റെ മോശ സമയത്തിൻ്റെ പറയുന്നത്. ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ കയ്യിൽ ഡെയിലി 50 രൂപ കിട്ടിക്കുന്ന ആളിന് 100 രൂപ വെച്ച് ഇങ്ങനെ അല്ല 100, 150 ഒക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ വൈകുമ്പോൾ സമയത്ത് നോക്കുമ്പോൾ ഒരു പൈസ പോലും കാണില്ല പല ആവശ്യങ്ങൾക്കും. എന്നാൽ അതിൻ്റെ കൂടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും. എന്നാൽ നല്ല സമയങ്ങളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത്രയും ധനം നമ്മുടെ കയ്യിൽ വരാൻ ചിലപ്പോൾ യോഗഫലം അനുസരിച്ച്, യോഗഫലം ഓരോരുത്തർക്കുണ്ടോ അത് വേറെയാണ്, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ധനം വരാതിരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു 50 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിന് ചിലവ് കുറഞ്ഞിരിക്കും. അതിനകത്ത് ഈ 50 രൂപയിലെ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 5 രൂപയോ അല്ലെങ്കിൽ 7 രൂപയോ നമ്മുടെ ഇത് നഷ്ടപ്പെടുകയുള്ളൂ. ബാക്കി അല്ലെങ്കിൽ 7 രൂപ നഷ്ടപ്പെട്ടാൽ ബാക്കി 43 രൂപയും നമുക്ക് ലാഭമാണ്. അതാണ് ശനിയുടെ ഒരു ചുരുക്കം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ശനി എന്തായാലും ശനിയുടെ ഫലം ചെയ്യും. അതിൻ്റെ കാഠിന്യത്തെ മാത്രമേ ഒരു ജ്യോത്സ്യനും കുറച്ചു തരാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് മുക്തി നേടാൻ ഒരിക്കലും പറ്റില്ല. അതൊക്കെ ചുമ്മാ തട്ടിപ്പ് പറയുന്നതാണ്. ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം കോടീശ്വരനാക്കി തരാം, ഇപ്പം കല്യാണം നടത്തി തരാം, അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതിൻ്റെ ആയിട്ടുള്ള യോഗഫലങ്ങളുള്ളപ്പോൾ അതിന് ആന്തരിക തടസ്സത്തിനും ബാഹ്യമായിട്ടുള്ള തടസ്സത്തിനും പരിഹാരം ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രയോജനങ്ങളുണ്ടാകും. അപ്പോൾ ഇത് 7.5 കണ്ടക ശനിയെക്കുറിച്ച് ഞാനത് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനിയും വരുന്ന നക്ഷത്രങ്ങൾ പറയുമ്പോൾ നിങ്ങളിത് ഓർത്തിരിക്കുക. ഈ ശനികാലത്ത് ഞാൻ തന്നെ ഗണിച്ച ഒരു വർഷത്തേക്കുള്ള ചെറിയ നല്ല ഫലങ്ങളും മോശ ഫലങ്ങളുമായിട്ടുള്ളതുണ്ട്.
അപ്പോൾ അതിൽ പല കാര്യങ്ങളിലും വളരെ ആവേശത്തോടെ നിറവേറ്റാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതൽ കാണുന്നു. തൊഴിലുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട് വാങ്ങുകയോ പണിയുകയോ ചെയ്യാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അത് ചില ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാനും സാധ്യതയുള്ള ഒരു സമയമാണ്. ഭൂമി വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങാൻ പറ്റും, പക്ഷേ ചിലപ്പോൾ ഒരു ലോണൊക്കെ എടുക്കേണ്ടി വരും. 7.5 ശനിയുടെയാണത്, തത്തുല്യപരമായിട്ട്. അപ്പോൾ നമ്മളൊരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാനും ഒരല്പം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് നമ്മൾ പരിഹാരങ്ങളുണ്ട്. ഏത് തൊഴിലുള്ളവർക്കും ആ രംഗത്ത് ഉയർച്ച ഉണ്ടാകും. ദൂരയാത്രയ്ക്കുള്ള ആവശ്യകതയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രമോഷന് ഡിപ്രമോഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. മാതൃസ്വത്ത് കൈവശം വരാനുള്ള സാധ്യത 4 വ്യാഴം കൊണ്ട്, ചന്ദ്ര നക്ഷത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത്, കൈവരാനുള്ള സാധ്യതാവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിതൃസംബന്ധമായിട്ടോ ബന്ധുസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ വിയോഗങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു അവസരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള പ്രായമുള്ള ആളാണെങ്കിൽ സന്താനങ്ങൾക്ക് വിദേശത്ത് പോകാനും അതുപോലെ തന്നെ അത്യുന്നതമായിട്ടുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കാനും ഈ ഒരു വർഷം നല്ലതാണ്. ഈ ചിങ്ങമാസം മുതൽ നല്ലതാണ്. ചിങ്ങമാണ് ഏറ്റവും പ്രൗഢിയായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു മാസം. പക്ഷേ എന്നാൽ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതിൻ്റെ കൂടെയും വരും. അതിന് ഈശ്വരനെ വിളിക്കുക. അതിന് പോകാൻ വഴി അതേ ഉള്ളൂ. കൊള്ളാനുള്ളത് പുരിയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ ഈശ്വര നിശ്ചയൊക്കെ ഈശ്വരനെയൊക്കെ വിളിക്കുക. അതിന് പ്രധാനമായിട്ട് ശിവക്ഷേത്രത്തിൽ ജലധാര, കൂളമാല, പുറവിളക്ക് എന്നിത്യാദിയൊക്കെ കഴിപ്പിക്കുക. അതുപോലെ തന്നെ അഘോരാർച്ചന നടത്തുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ശത്രുതാപരമായിട്ടുള്ള ഈ ഒരു സമയത്ത് ശത്രുതാപരമായിട്ടുള്ള വിഷയങ്ങൾ ഭസ്മം തുള്ളിയിട്ടാൽ ഏക്കുമെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. അതുപോലെ തന്നെ നെയ്യഭിഷേകം നടത്തുന്നത് ഏറ്റവും അത്യുക. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എള്ളെണ്ണ അഭിഷേകം ചെയ്യുക. അതുപോലെ ശനിവാരം വ്രതം എടുക്കുക. വ്യാഴത്തിനെ പ്രസാദിപ്പിക്കുക. മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തുക. പാൽപ്പായസം, തുളസിമാല, മഞ്ഞപ്പെട്ട് ഉടയട ഇതൊക്കെ അവിടെ സമർപ്പിക്കുക. വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കുടുംബ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർച്ചയോടുകൂടി പോകാനായിട്ട്, അല്ലെങ്കിൽ മോശമായിട്ട് പോകാനല്ല, പുതിയ ബന്ധങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കല്യാണം മുടങ്ങി നിൽക്കുന്നവർക്ക് പക്ഷേ നോക്കിയേ നടത്താവൂ. 7.5 ശനി ഉള്ളതുകൊണ്ട് അതാണ്. അപ്പോൾ നമ്മളൊരു വിവാഹ പൊരുത്തം നോക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത്യാദി വിഷയങ്ങളൊക്കെ ചെയ്താൽ അശ്വതി നക്ഷത്രത്തിന് നല്ല സുന്ദരമായ രീതിയിൽ ആശിച്ചതൊക്കെ ലഭിക്കാനും പൂത്തുലയാനും പറ്റുമെന്നുള്ളതിൽ 100% ഉറപ്പാണ്. സംശയമില്ലാത്ത കാര്യം. ഈശ്വരാധീനം കൂടെ പ്രാപിച്ചാൽ വളരെ ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകരും നിശ്ചയമായി നന്ദി, ശ്രേഷ്ഠതയും ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നമ്മൾ ഈ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ മാക്സിമം ലൈക്ക് അടിക്കുക. ഞങ്ങൾക്ക് അറിയാവുന്ന പല വിധാനങ്ങളും യൂട്യൂബുകളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പുതിയൊരു ചാനലിലൂടെയാണ്. മറ്റേ ഒരെണ്ണത്തിന് 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അതൊന്ന് മാറിയതിന് ശേഷമാണ് ഞാനിപ്പം ഈ ചാനൽ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നത്. അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.